2-3 ദിവസമായിട്ട് ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ്. സ്റ്റോം ഉണ്ടാവുമെന്ന് കാലാവസ്ഥയിൽ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ തോന്നുന്നേയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് ചിക്കൻ വറുത്തരച്ച് വയ്ക്കാം. ചെറുതായിട്ട് നുറുക്കിയ ചിക്കൻ കഷ്ണം ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 സ്പൂൺ തൈര് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വറുത്തരയ്ക്കാനായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പട്ട, ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം ജാതിക്ക, പിന്നെ മിൻറ്റ് ലീഫ് ഡ്രൈ ആയിട്ടുള്ളത് അത്ര എടുത്തിട്ടുണ്ട്. മിൻറ്റ് ലീഫ്, പച്ച മിൻറ്റ് ലീഫ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചീഞ്ഞു പോകുന്നതുകൊണ്ട് ഞാനത് ഉണക്കി വെച്ചതാണ്. ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്നിനി വഴറ്റിയെടുക്കണം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് മൂടി വെച്ച് വറുത്തെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് വറുത്തെടുക്കണം. വറുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം ഒന്നും കളയരുത്. അതങ്ങനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെക്കണം. അത് നമുക്ക് അതിനകത്ത് കളയാനൊന്നുമില്ല, നമുക്കത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നൊരു റെഡ് റോസ് വിരിഞ്ഞിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മസാലപ്പൊടികളെല്ലാം കൂടി ആ എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കത് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊരു ബ്രൗൺ കളർ വന്നാലേ നമുക്ക് വറുത്തരച്ചതിൻ്റെ ഒരു ടേസ്റ്റും എഫക്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് കരിഞ്ഞു പോകാതെ സൂക്ഷിച്ച് ഒന്ന് വറുത്തെടുക്കണേ. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി വഴറ്റിയെടുത്ത സവാളയിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഒപ്പം തന്നെ പട്ട, ഗ്രാമ്പു, ജാതിക്ക ഇതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ വറുത്ത് വെച്ച മസാല എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂടെ ഗരം മസാല കൂടി ചേർത്ത് ഇളക്കിയെടുക്കുക. ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഗ്രേവിക്ക് ഇത്തിരി തിക്നെസ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഫ്രഷ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ 1-ാം പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഡ്രൈ മിൻറ്റ് ലീഫ് പൊടിച്ച് ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടമാണെന്നില്ല. ഞാനത് ചേർത്തിട്ടുണ്ട്, നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്.